ശബ്ദം കേട്ടില്ലേ? കേട്ടില്ലേ? ശബ്ദം കേട്ടോ? നീ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? ഇല്ല. അല്ല, ഒരു ചെലങ്കയുടെ ശബ്ദം ഞാൻ കേട്ടു. കേട്ടില്ലേ? ലച്ചോ, അത് കനകം, കനകം, ഒന്ന് എണീറ്റേ. ഗൗരി, ഒന്ന് എഴുന്നേക്ക്. ഒന്ന് എണീറ്റേ. ഒരു ശബ്ദം കേട്ടില്ലേ? എന്തോ ശബ്ദം. കേൾക്കുന്നില്ലേ? അമ്മ, ചെലങ്ക സത്തം. എന്നമ്മ അത്? പ്രേതമായിരിക്കും. കൊച്ചേ, അമ്മ ഒന്ന് പോയി നോക്കമ്മ. അയ്യ, ഞാനോ? അങ്ങോട്ട് എണീറ്റ് വന്നേട്ടോ, നമുക്ക് പോയി നോക്കാം. അമ്മ ഇറങ്ങ്. ഇങ്ങോട്ട് ഇറങ്ങി വന്ന. ഇത് എന്തോ ശബ്ദം കേട്ടത്? പ്രേതമായിരിക്കും. മിണ്ടായി വെച്ചേ. എന്തുവാ? എന്താ? അല്ല, ഒരു ചെലങ്കയുടെ ശബ്ദം കേട്ടില്ലേ? 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 ഞങ്ങളും കേട്ടു. അതെ, ഇന്ന് വെള്ളിയാഴ്ചയല്ലയോ, വരുത്തുപോക്കായിരിക്കും. അല്ല, സിദ്ധു ഒരു കാര്യം ചെയ്യും. സിദ്ധു പോയി നോക്ക്. അമ്മമ്മ, ശബ്ദം വന്നത് അവിടെ നിന്നാ. അമ്മമ്മ പോയി നോക്ക്. നിങ്ങൾ വാ, മോൻ വാ. ഞാൻ കൂടെ ഉണ്ടല്ലോ. ബാ ബാ ബാ. നോക്ക്. പയ്യെ നടന്നു കേട്ടോ. ഒരു നിഴല് കാണുന്നില്ലയോ? അതെ. ഞാനാ. നിങ്ങക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? അതെ, എല്ലാരും ഉറങ്ങിയപ്പോഴേ ആരെ ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞോണ്ട് സമാധാനമായിട്ട് ഞാൻ കാർപോർച്ചിൽ പോയി എന്നിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഈ ചെലം കിട്ടുണ്ടോ? ചെലങ്കയിട്ട്. പക്ഷെ ഞാൻ വെളിയിലായിരുന്നു. പക്ഷെ വെളിയിൽ നിന്നപ്പോൾ ഭയങ്കര ഇരുട്ട്. അപ്പോൾ എനിക്ക് പേടി. അങ്ങനെ ഞാൻ ഓടി അകത്ത് കയറിയപ്പോഴാണ് നിങ്ങളെല്ലാവരും കണ്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. നിങ്ങളും പേടിച്ച്, ഞാനും പേടിച്ച്. ഞാൻ ഇവിടെ സമാധാനമായിട്ട് പ്രാക്ടീസ് ചെയ്തോട്ടെ. അതൊന്ന് ഊരി വെച്ചിട്ട്. അല്ല, ഇതുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസാ. അല്ല, നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ. ഇതിട്ടോണ്ടെങ്കിലും സമാധാനം കിട്ടാനല്ലേ. ശരി, ഗുഡ് നൈറ്റ്. ഞാനെന്നാ തുടങ്ങിക്കോട്ടെ. ഈ ചെലങ്കയുടെ ശബ്ദം കേട്ടിട്ട് വേറെ വല്ല പ്രേതം കയറി വന്നാലോ? പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പ്ലേ ചെയ് ഗോപേട്ടാ. ഇപ്പൊ ചേമോളസേ. കറങ്ങി കറങ്ങി. അടിപൊളി, സൂപ്പർ.
കുറച്ചും കൂടെ കറങ്ങി കറങ്ങി അവര് തന്നെ തുടങ്ങിയ കറങ്ങി ആ ഇവിടെ വന്നിരിക്കുന്നല്ലേ? എന്റെ അമ്മായി പിന്നെ എവിടെ പോയിരിക്കാനാ? അവര് പ്രാക്ടീസ് രാവിലെ തന്നെ തുടങ്ങി. ഇതിനെയാണ് ഈ പറയുന്നത്, അധികമായി കഴിഞ്ഞാൽ അമൃതവും വിഷവന്നു. ഞാനാണെങ്കിൽ ശല്യം സഹിക്കാൻ വയ്യാതെ കേശുന്റെ റൂമിനകത്തായിരുന്നു. അല്ല സിദ്ധുവേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ? ഇവര് ഡയറ്റ് എന്നല്ലേ പറയണ, എന്നിട്ട് രാവിലെ 2 നേരം കഴിച്ചല്ല? 2 തവണ കഴിച്ചാ? ആ ഇതേ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന ഡയറ്റ് ആണെന്ന് തോന്നുന്നു. മയേ, ശരിക്കും ഇതിനെ ആരെങ്കിലും അരങ്ങേറാൻ സമ്മതിക്കൂ? അതാണ് എനിക്ക് മനസ്സിലാവാത്ത. ഹോം സ്റ്റേ ഓർഡറിങ് വാ. പാവം കേട്ടാ, രാവൊന്നും പകലൊന്നും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാണ്. ഇതിപ്പോ രാത്രി കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ല, പകലകത്തിരിക്കാനും പറ്റാത്ത അവസ്ഥയെ. ഇന്ന് അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ പരിപാടി തീരുമല്ലോ. ലച്ചൂസ് അരങ്ങേറ്റത്തിന് പോണില്ലേ? എന്തിന്? രാവും പകലും ഇരുന്ന് അവരുടെ ഡാൻസ് മൊത്തം ഞാൻ കണ്ട് പഠിച്ച് കാണാപ്പാടമായി. ഇനി അമ്പലത്തിലും കൂടെ പോയി കാണണോ? എന്നാലും പോവാതിരിക്കണ മോശമാണ്, അവരിത്രയും വിളിച്ചല്ലേ. എന്നാ പിന്നെ അമ്മായി പോയി കണ്ടിട്ട് വാ. നീയല്ലേ ഓണറ്. ലച്ചൂസേ, ഇന്നത്തെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടേ അവര് നാളെ തിരിച്ചു പോവായിരിക്കും അല്ലേ? ആ, നാളെയാണ് ചെക്ക് ഔട്ട് ടൈം ഇട്ടേക്കണത്. അപ്പൊ അത്രയും നേരം നമ്മൾ ഇവരെ അങ്ങനെ സഹിക്കണം, പ്രാക്ടീസ് ഒക്കെ ആയിട്ടല്ലേ? അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ നാളെ എന്തായാലും പ്രാക്ടീസ് ഒന്നും ഉണ്ടാവില്ല, ഫുൾ റെസ്റ്റ് ആയിരിക്കും. ലച്ചേച്ചി, ഗൗരമ്മായി നിങ്ങളെ അടുക്കളയിലോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തിന്? ഇന്നലെ മേടിച്ച മീൻ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഇരിക്കുക. അളിയൻ എന്തായാലും മീൻ എന്തെങ്കിലും വേണ്ടേ? നീ എന്താ എപ്പോഴും അളിയന്റെ കാര്യം എടുത്തിരുന്നേ? നിനക്കിതൊക്കെ വേണ്ടേ? ആ, അത് പറഞ്ഞാൽ മതി. ഫ്രിഡ്ജിൽ നിന്നും മീൻ പുറത്തേക്ക് പോലും എടുക്കാൻ പറ്റുന്നില്ല. അവര് പറയുന്നത് എന്താണെന്നറിയോ? നമ്മളെങ്ങാനും മീൻകറിയൊക്കെ വെച്ച് അവരുടെ വ്രതം മുറിഞ്ഞാല് അവർ അമ്പലത്തിൽ ഡാൻസ് കളിക്കുമ്പോ സ്റ്റെപ്പ് തെറ്റൂന്ന്. ഓ, നമ്മുടെ നാട്ടിരത്നം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു, അതാ ഞാൻ അകത്ത് നോക്കിയിട്ട് ആരും കാണാഞ്ഞ്. ഇവിടെ നിന്ന് അകത്തൊക്കെ കാണില്ലല്ലോ. കറക്റ്റ്. ഇന്നലെ സിദ്ധു മോൻ പറഞ്ഞില്ലേ എന്റെ ഏതൊക്കെയോ ഭാവങ്ങൾ ക്ലിയർ ആവാനുണ്ടെന്ന്. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇന്ന് പ്രാക്ടീസ് ചെയ്ത് എല്ലാ ഭാവങ്ങളും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കുവോ? നിങ്ങൾക്ക് ഏതൊക്കെ ഭാവങ്ങളാണ് കാണാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അത് പറ. പറയാല്ലേ? രൗദ്രം, ബീഭത്സം, കരുണം, ഹാസ്യം, ശാന്തം, ശൃംഗാരം. എങ്ങനെയുണ്ട് ഇനി സ്റ്റെപ്പ്? സ്റ്റെപ്പ് തുടങ്ങാവേ. ഇപ്പൊ വരാവേ. ഒരു മിനിറ്റ്, അമ്മ വിളിക്കുന്നു. വിളിച്ചായിരുന്നോ? എന്തായിരുന്നു? അതെ, അരങ്ങേറ്റല്ലേ? അരങ്ങേറ്റത്തിന് സെറ്റ് മുണ്ട് കൊടുക്കണോ സാരി ആ മക്കള് അവിടെ ഞാൻ കാണിക്കാം. എന്ത് സ്റ്റെപ്പ്? സ്റ്റെപ്പാ? ഇത് കൊള്ളാലോ. എനിക്ക് അങ്ങനെ പറ്റത്തേ ഇല്ല കേട്ടോ. ഈ താണ്ഡവത്തിന് ഇങ്ങനെ പൊക്കാറുണ്ട്, പക്ഷെ എന്റെ കാല് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോ. എന്താ നിന്നെ? യു കറക്റ്റ്. ഇങ്ങനെ കൈയോട് ഇങ്ങനെ വെച്ച അതൊരു പോഷനാ. ഇങ്ങനെ വെച്ച ഞാൻ പഠിപ്പിച്ചു. എനിക്കറിയാം. അല്ല ഞാൻ കുഞ്ഞ് കണ്ടോ? ഇങ്ങനെ വെക്ക്. എന്നെ കളിപ്പിക്കണ്ട, ഞാൻ കളിക്കട്ടെ. പുതിയൊരു സ്റ്റെപ്പ് ഞാൻ കണ്ടുപിടിച്ചു, കാണോ? നന്നായിട്ടുണ്ട് മാഡം, സൂപ്പർ മാഡം. എന്നെ കൊണ്ട് ഞാനങ്ങ് തോറ്റ്. സിദ്ധുവിന്റെ വിധി പാവം. அம்மா இந்த காலிஃப்ளவர் கூட வைக்கலாமா? நீ எந்த வச்சா செய்ய. ആന്റി എന്തായി? எல்லாமே ரெடி வச்சு. சோறு, சாம்பார், ரசம், வெண்டைக்காய் மெழுக்கு விரட்டி,
தயிர் அச்சாறு சம்மந்தி கொண்டாட்டம் எல்லாமே ரெடி. இனி இந்த காலிஃப்ளவர் கூட வறுக்கணும், அவ்வளவுதான். ഇത്രയും കറി പോരാനിട്ടാണോ ഇനി കോളിഫ്ലവറും കൂടെ വറക്കാൻ പോകുന്നത്? എന്റെ ലച്ചു, എനിക്ക് ചിലതൊന്നും തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ലേ. അമ്മൂമ്മേ, നമ്മൾ ആതിഥേയരാണ്, അത് മറക്കരുത്. ഓ, ആതിഥേയര് വലിയ സംഭവമാണല്ലോ. നമുക്ക് നൈസായിട്ട് മുട്ട പൊരിച്ചാലോ? എനിക്ക് മക്കളുടെ വിഷമമൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അത് നടപടിയാവൂല പാറു. നാളെയും കൂടെ ഒന്ന് ക്ഷമിക്ക്. ഇവിടെ നോൺ വെജ് ഇല്ലാതെ ചോറിറങ്ങാത്തവരാണ് സിദ്ധു. ആ സിദ്ധു വരെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കറക്റ്റ് ടൈം. ഉനക്ക് 100 ആയുസ്പ്പാ. 100 ആയുസെന്നാ? അതിന് സിദ്ധോളൻ എങ്ങോട്ടും പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇന്നത്തെ കാര്യം എങ്ങനാ? ചോറിന്റെ കൂടെ ഒരു മുട്ട പൊരിച്ചെങ്കിലും കിട്ടുമോ? ആഗ്രഹമുണ്ട്, പക്ഷെ നടപടിയാവൂല. മോനെ, മീൻ ഇരിപ്പുണ്ട്. വെട്ടാനോ കൂട്ടാൻ വെക്കാനോ ഒന്നും പറ്റുന്നില്ലല്ലോ. എന്നാ പിന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? ഇനിയിപ്പോ ഓർഡർ ചെയ്യണമെന്ന് നിക്കണ്ട, അവര് നാളെ തിരിച്ചു പോവല്ലോ. நான் ஒரு ஐடியா சொல்லட்டா? പറ. முன்னா நேத்து நம்ம வச்ச ஃபிஷ் குழம்பு ஃப்ரிட்ஜுக்குள்ள இருக்கு. நேத்தைக்கு சித்துக்கு அது சூடு பண்ணி கொடுக்கலாம்னு நினைச்சேன். அவனுக்கு தானே தலைநாள் ஃபிஷ் குழம்பு ரொம்ப பிடிக்கும் இல்ல சித்து? ഇഷ്ടമാണോന്നോ? എന്റെ പൊന്നു കരങ്ങാണ്ടി, ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ദുബായിലെ കാര്യമൊക്കെ അറിയാം. ആന്റി ബാക്കി പറ. அந்த ஃபிஷ் குழம்பு இப்ப எடுத்து நம்ம நைஸா சூடாக்கலாம். என்ன சொல்றீங்க? ചൂടാക്കാം എടുത്തോ. അല്ല, പക്ഷെ സ്മെല്ല് പുറത്തു പോയി കഴിഞ്ഞാ പുള്ളിക്കാരി പ്രശ്നം ഉണ്ടാക്കൂലേ? எப்படி லட்சு? ஸ்மெல் எல்லாம் அங்க வரைக்கும் எத்தாது. போய் எடுக்கட்டா? കരയാൻറ്റി, നല്ലോണം വറ്റിക്കണേ. എന്നാലേ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അവിടെ പോയിട്ട് പുള്ളിക്കാരി അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് ഞാൻ നോക്കാം. നോക്ക് പോയി നോക്ക്. അങ്ങനെ എങ്ങാനും വല്ല ശ്രദ്ധയൊക്കെ തെറ്റിച്ചങ്ങ് വിടാലോ. ഡാൻസിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി വലുതായിട്ട് മൈൻഡ് ഒന്നും ചെയ്യില്ല ഇങ്ങോട്ട് അടുക്കള കാര്യം. ഓ, ആ കൊച്ചി ഏരിയയിലോട്ടൊന്നും വന്നിട്ടേ ഇല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരുമെന്നൊന്നും പേടിക്കണ്ട. ഞാൻ അപ്പൊ നോക്കിയിട്ട് വരാം. ഇന്നലെ ഇവിടെ വന്നതല്ലേ, പക്ഷെ ഇതുവരെ ഇവിടുത്തെ അടുക്കളയൊന്നും കാണാൻ പറ്റിയില്ല എനിക്ക്. ഞങ്ങളും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, മാഡം വന്നിട്ട് അടുക്കള വരെ ഒന്നും വന്നില്ലല്ലോ. അതെ, അപ്പൊ ഇന്നങ്ങ് അടുക്കള കാണാന്ന് വെച്ച്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ അടുക്കള? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, നല്ല അടുക്കള, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു വെച്ച മീന്റെ മണം വരുന്നല്ലോ. അതെ, മെനങ്ങാന്ന് വെച്ച മീന്റെ മണമായിരിക്കും അല്ലേ? ஆமா முன்னா நேத்து நாங்க ஒரு நெய் மீன் குழம்பு வச்சோம், அதோட மனம். അല്ല, ഇത് ആ മണമല്ല. ഇത് ഇപ്പൊ വെച്ചേ എന്ന് വെച്ചാലേ 2 ദിവസം മുമ്പേ നമ്മൾ വെച്ചിരുന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇപ്പൊ നമ്മൾ എടുത്ത് ചൂടാക്കി മീന്റെ മണം വരുന്നു. അയ്യോ, അങ്ങനെ ആയിരിക്കൂല, ഫ്രിഡ്ജിൽ വച്ചിരിക്കണ മീന്റെ മണമായിരിക്കും. അല്ല, ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയ മീന്റെ മണം. ഈ മീന്റെ മണം എവിടെ നിന്നാലും എന്റെ മൂക്ക് അപ്പം പിടിക്കും. മണം പിടിക്കാൻ ഇതെന്ന് തോന്നുന്നു, പട്ടിയുടെ ജന്മം. നല്ല മണം. മാഡത്തിന് എന്ത് മീനാ ഇഷ്ടം? അയ്യോ, നല്ല ചോദ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് ആവോലിയാ ഇഷ്ടമേ. പിന്നെ എനിക്ക് നെമ്മീൻ ഇഷ്ടമാ. പിന്നെ എനിക്ക് ചൂര എന്റെ ജീവനാ. അയ്യോ, ചൂരക്കറി ഉണ്ടെങ്കിൽ ഞാൻ ഒരു പ്ലേറ്റ് ചോറുണ്ണു. അല്ല, ഏത് മീനാ ഇഷ്ടമില്ലാത്ത? അങ്ങനൊന്നും ഇല്ല എനിക്ക് എല്ലാ മീനും ഇഷ്ടം. ഇപ്പൊ വ്രതമായോണ്ട, കഠിന വ്രതമല്ലയോ, അതുകൊണ്ട് മീനൊന്നും കൂട്ടാൻ. പക്ഷെ ഇവിടെ എന്തോ വെച്ച മീനിന്റെ നല്ല മണം. കൈപ്പുണ്യമുള്ള ആരെവിടെ മീൻ വെച്ച്? അയ്യോ, നല്ല മണം കേട്ടോ. എന്നൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, എന്താ ഒന്ന് അകന്ന് നിൽക്കൂ, മാറങ്ങോട്ട് നോക്കട്ടെന്ന്. മീൻകറി. അയ്യോ, എന്തൊരു മണം. ഇത് ചൂരയല്ലേ? ചൂരമീനല്ലേ ഇത്? അല്ലേ? 2 ദിവസം മുമ്പ് ഇത് കറി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചേക്കുമല്ലായിരുന്നോ? ഇപ്പോഴെടുത്ത് ചൂടാക്കിയതല്ലേ? അയ്യോ, ഈ മീനിന്റെ മണം അടിച്ചാൽ ഇത് എന്ന് പിടിച്ചതാന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അത്രയ്ക്ക് പിടിക്കുക ഞാന്. അയ്യോ, എന്റെ ജീവനായി ചൂര. ഇതങ്ങോട്ട് ഇട്ടിട്ട് ഒരു കാലം ചോറ് അങ്ങോട്ട് തട്ടിയിട്ട് ഒരു കോണിയിൽ നിന്നിരുന്ന ഒരു തീറ്റയൊന്ന് തിന്നണോ എന്റെ അമ്മച്ചി. അയ്യോ, എനിക്ക് വയ്യ. പൊള്ളി പൊള്ളി കൈ വെച്ച് ഞാനങ്ങ് കാണിച്ചോളാം. ചൂടാണല്ലോ ഇത്.
அவங்க சாப்பிட போறாங்களா? அப்ப அவங்களோட விரதம்? ஐயோ, എന്തിനാ കൊണ്ടുപോയി നമുക്ക് നോക്കാം. വാ. ഇതിനി ഇവിടെ ഇരുന്നാ ശരിയാവത്തില്ല. എല്ലാരും വെച്ച് കഴിച്ചാൽ മതി. അയ്യോ മീൻകറി പോയി. ഞാൻ പോകുന്നിടം വരെ ഇവിടെ നോൺ വെജ് വെക്കാൻ പാടില്ല. ശരി, സമ്മതിച്ച്. ഞങ്ങളുടെ മിസ്റ്റേക്കാ, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാ. പിന്നെ ഇവർക്കൊക്കെ ചോറ് ഇറങ്ങി ഇച്ചിരി നോൺ വെജ് അകത്തേക്ക് പോണം, അതുകൊണ്ടാണ്. ഇതിപ്പോ കറി അങ്ങ് കളഞ്ഞല്ലോ. ഇനിയിപ്പോ ആർക്കാ നോൺ വെജ് വേണ്ടത്? ചോറ് ഇറങ്ങാത്ത ആർക്കാ? ആർക്കാ? അത് സിദ്ധോളിയാണ്. ആണോ? ആണോ? എനിക്കിറങ്ങും. എന്താ പറ്റിയത്? ഒന്നും പറ്റിയില്ല, ഞങ്ങൾ അന്നം മുട്ടി. എന്താ സംഭവിച്ചെന്ന് പറ. ഒന്നുമില്ല, ഞങ്ങൾ ഇച്ചിരി മീൻകറി അടുക്കളയിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മാഡം ആ ചട്ടിയോടെ എടുത്തോണ്ട് വന്നതേ അവിടെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഓ, സമാധാനമായി. അത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഇവർക്ക് ദേഷ്യം കയറിയാണ്ടല്ലോ, ഫുൾ അടിച്ചു പൊളിച്ചു കളയും. അല്ല, മീൻകറി പോയത് പൊക്കോട്ടെ, നല്ല ഒന്നാന്തര ഒരു ചട്ടിയായിരുന്നു. ഞാൻ പാഴൂരിന്ന് മേടിച്ചോണ്ട് വന്ന നല്ല പഴയ ഒരു ചട്ടി. ഞങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷന് നിങ്ങളൊരു ബില്ല് അങ്ങോട്ട് ഇടത്തില്ലയോ? അതിന്റെ കൊടുത്ത് ഒരു 10,000 15,000 കൂട്ടി അങ്ങ് ഇട്ടോ. എന്നിട്ട് പുതിയൊരു ചട്ടി അങ്ങ് മേടിച്ചോ. അല്ല, പുതിയ ചട്ടി മേടിക്കുന്നതിന് ഞങ്ങൾക്ക് വലിയ പാടൊന്നുമില്ല. പക്ഷെ ഇത് എന്റെ കൈക്കിണങ്ങി ഒരു പഴയ ചട്ടിയായിരുന്നു. അതാ ഒരു വിഷമമായി പോയത്. പഴയ ചട്ടി പൊട്ടിയാണ് ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ആ, അത് വീട് എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ച്. ഇനി ഓരോരുത്തരുടെ വഴിക്ക് പോച്ചല്ലേ. ഇനിയിപ്പം ഞാൻ പോകുന്നിടം വരെ ഇവിടെ നോൺ വെജ് ഒന്നും വെക്കരുത്. വെച്ചാൽ ഞാൻ ചട്ടിയല്ലേ പൊട്ടിക്കും. എന്നാ പ്രാക്ടീസ് ചെയ്യട്ടെ. അയ്യോ, ഇവിടെ അല്ല. മീൻകറി കളഞ്ഞെടുത്ത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നേ? ഇവിടെ അല്ല, അപ്പുറത്ത്. കാണാൻ വരുന്നുണ്ടോ? അമ്മച്ചി വാ, കാണാം. ആരുടെ അമ്മച്ചി? പിള്ളേരുടെ അമ്മച്ചി. പിള്ളേരുടെ അമ്മച്ചിയല്ലേ? അല്ല, നിന്റെ അമ്മച്ചിയല്ലല്ലോ. അയ്യോ, അമ്മച്ചി ചൂടാവുന്നു. എന്നാ പിന്നെ ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യട്ടെ. വാ ഗോവേട്ടാ. അതെ, അവള് പറഞ്ഞതിനെതിരായിട്ട് ഒന്നും ഇവിടെ പ്രവർത്തിക്കണ്ട. ചിരിച്ചോണ്ട് നിൽക്കുവാണെങ്കിലും ദേഷ്യം വന്നാ പിടിച്ചാ കിട്ടൂല. അതുകൊണ്ടാ. നല്ല കലാകാരി. അതെ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അസാധ്യ കലാകാരിയാണ്ടോ. ശരിയേട്ടോ, പോട്ടെ. ലച്ചു, നീ എന്തോന്നായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ അടുക്കളയിൽ കയറി നമ്മൾ വെച്ചിരുന്ന കറി എടുത്ത് ഇവിടെ കൊണ്ട് കളഞ്ഞു. എന്നിട്ട് നീ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അമ്മൂമ്മയെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നില്ലേ? അല്ലേ? അമ്മൂമ്മേ, നമ്മൾ ആതിഥേയരാണ്, തെറ്റായിട്ടൊന്നും ചെയ്യാൻ പാടില്ല. ഇല്ല, വലിയ ഡാൻസുകാരിയല്ല, നമുക്കൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഉമ്മ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവര് നമ്മുടെ ഗസ്റ്റ് അല്ലേ. അത് മാത്രമല്ല, അവര് പറഞ്ഞ കാര്യം നമ്മൾ അനുസരിച്ചുമില്ല. ഒരു ചട്ടിയല്ലേ, അതൊക്കെ പോട്ട്. ആ, നാളെ അവരങ്ങ് പോവല്ലോ. അവര് പറഞ്ഞിട്ടില്ലേ ബില്ലിന്റെ കൂടെ 10,000 15,000 കൂട്ടിയിട്ടോളെ. നമുക്ക് അതിലും ഡബിള് ബില്ല് കൂട്ടണം. லட்சு, இனிமே அவங்க ரூம் புக் செய்தா நம்ம கொடுக்கவே கூடாது. അയ്യോ, അല്ല, കൊടുക്ക്. എന്നിട്ട് ഈ വീട് മൊത്തം ഇടിച്ചു പൊളിച്ച് കളയട്ടെ. இது களம்மா ഇട്ട് കളഞ്ഞു ഞാൻ. അങ്ങോട്ട് മാറ്. ആ പോട്ടെ എന്റെ പാട്ടിൽ. ഗൗരി, ഇവിടെ ആരുമില്ലേ? ലച്ചു, ഇവിടെ ആരുമില്ലേന്ന്. ഇവിടെ ആരുമില്ലേ? ഇല്ല, ഇവിടെ ഇപ്പൊ കിടക്കുന്നു. എന്താ യമുന സുബ്രഹ്മണ്യം? യമുന സുബ്രഹ്മണ്യം അല്ല, എന്റെ പേര് അങ്ങനല്ല, മയൂര സുബ്രഹ്മണ്യം. ആയിക്കോട്ടെ, എന്താ കാര്യം? വെള്ളം എന്തിയേ? വെള്ളോ? ആ, വൈകുന്നേരമായിട്ട് വെള്ളം കിട്ടുന്നില്ല. ആ, വെള്ളം വരും നോക്കിയിരുന്നാ മതി. 8 മണിയാകുമ്പോ വെള്ളം വരും. 8 മണിയാകുമ്പോ വെള്ളം വരുമെന്നോ? എനിക്ക് അമ്പലത്തിൽ 5 മണിക്ക് പോകേണ്ടതാ കൊച്ചേ. ഇപ്പൊ സമയം 4 മണിയായി. എനിക്കിപ്പൊ തന്നെ പോകേണ്ടതാ. 8 മണിക്ക് എന്റെ അരങ്ങേറ്റമാണ്. എന്നാ ഒരു കാര്യം ചെയ്താൽ മതി. ഇപ്പൊ ഇവിടുന്ന് പോയാലേ ഏതെങ്കിലും പൈപ്പിന്റെ മൂട്ടിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആറ്റിലോ ഇറങ്ങി കുളിച്ചിട്ട് അങ്ങ് പോയാൽ മതി. അതൊന്നും എന്റെ മോളോട്ടേക്ക് ശീലമില്ല. അതെന്താ വെള്ളം വരാത്തത്? അതിങ്ങനെ വരും ഓർത്തോണ്ടിരുന്നാ മതി. അത് അപ്പൊ അങ്ങ് വന്നോളൂ വൈകുന്നേരം ആവുമ്പോഴത്തേന്. എന്തോ പ്രശ്നം? ആ, വെള്ളമില്ലെന്ന്. വെള്ളമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയൊക്കെ ഉണ്ട്. ഇപ്പൊ കുളിച്ചെങ്കിലേ ഭരതനാട്യം കളിക്കാവുന്നൊന്നുമില്ലല്ലോ. കുളിച്ചില്ലെങ്കിലും ഭരതനാട്യമൊക്കെ കളിക്കാം. വെള്ളത്തിന്റെ സീൻ എന്താണെന്ന് നോക്കൂ. നോക്കൊന്നും വേണ്ടെന്നേ. അവർക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ ഇതുവരെയുള്ള പൈസ തന്നേച്ച് അവരെങ്ങാണ്ട് വെച്ചപ്പോട്ടെ. എന്താ ഗോപേട്ട? ദേണ്ട അമ്മച്ചി, എന്റെ തനി സ്വഭാവം നിങ്ങൾ എടുപ്പിക്കരുത് കേട്ടോ. നിന്റെ അമ്മച്ചി? നിങ്ങൾ അമ്മച്ചി? ഞാൻ നിന്റെ അമ്മച്ചിയാണോ? അമ്മൂമ്മ, ഇവര് നമ്മുടെ ഗസ്റ്റ് ആണ്. അതെ, ഗസ്റ്റ് ആയി പോയി. അല്ലായിരുന്നെങ്കിലേ എന്റെ മീൻ കറി ചട്ടി എടുത്തോണ്ട് പോയി അവിടെ അറിഞ്ഞപ്പോഴേ ഞാൻ അവിടെ അവിടെ കിടന്നേനെയായിരുന്നു. പിന്നെ ഗസ്റ്റ് ആയി പോയതുകൊണ്ട് ഞാൻ മിണ്ടിയൊന്ന് നോക്കിക്കൊണ്ടിങ്ങനെ നിന്നുള്ളതേ ഉള്ളൂ. ഞാനാണെന്നറിയാമോ? പന്നിക്കര സരളയെ കൂടുതൽ
കേട്ടോ. സാറല്ലേ അതാരി കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ല എന്റെ പേര് സരള എന്നാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നീ അങ്ങ് പങ്ങേക്കരുതെന്ന് പറഞ്ഞാ മതി. ഈ ചോനറത്തല ഭവാനി ആരാന്നേ നിനക്ക് നല്ലോണം അറിയത്തില്ല. അല്ല ഗോവേട്ട ഫോണിങ്ങടുത്ത് വീഡിയോ എടുത്തിട്ടില്ലേ? വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചടക്കം എല്ലാ കാര്യങ്ങളും ഈ വീഡിയോക്കകത്തുണ്ട്. ഇത് ഞാൻ പുറം ലോകത്തെ അറിയിക്കും. നോക്കിക്കോ, ഞങ്ങൾക്ക് വെള്ളം തരാതെ നിങ്ങൾ പീഡിപ്പിച്ച് ഞങ്ങളെ കൊണ്ടോ. ഇത് ഞാൻ സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കാം. അമ്മച്ചി വേണേ നോക്കിക്കോ. കാണിക്കത്തില്ലേ? അതെ അതെ അതെ, അമ്മ ഒരു പഴയ ആളല്ലേ? പഴയ ആളാണെങ്കിൽ പൂട്ടിയിട്ട് വളർത്തണം. പോയി ബാഗ് എടുത്തോണ്ട് വാ. ബാഗ് സാധനങ്ങളും എല്ലാം എടുത്തോണ്ട് വാ. ഞാനിന്ന് എല്ലാരും നാറ്റിക്കും. നോക്കിക്കോ. അതെ, എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ പൊക്കോ, പൈസ തരണ്ട. അയ്യേ, അല്ലെങ്കിൽ പിന്നെ ആര് പൈസ തരാൻ പോന്ന്? പൈസ തരാം. അവിടെ നോക്കിയിരിക്കും. എന്നാ നോക്കിയിരിക്കും. അല്ല അമ്മച്ചി മക്കളും കൂടെ എണ്ണാ നോക്കിയിരിക്കും. തരത്തില്ല പൈസ. 5-ന്റെ പൈസ തരത്തില്ല. ചേച്ചി ഇച്ചിരി സമാധാനത്തോടെ സംസാരിക്കാൻ പറ്റൂ? എന്താ വേണമെന്നാ സമാധാനത്തോടെ? എന്താ ചെയ്യണം ഞങ്ങള്? ഇറങ്ങിപ്പോകാം അവിടുന്ന്. ഇറങ്ങിപ്പോ. നഷ്ടപരിഹാരം തരണം. നഷ്ടപരിഹാരം തന്നാൽ ഞങ്ങൾ ഇറങ്ങിപ്പോവാം. എടുത്തല്ലോ നഷ്ടപരിഹാരം തരണം. അല്ലെങ്കിൽ ഈ വീഡിയോ വൈറലാക്കി എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മാറും. ഈ അമ്മച്ചി കാരണം. ഈ ഹോം സ്റ്റേക്ക് എത്രയെന്ന് വെച്ചേ? 2500 രൂപ. അത് തന്നെ റേറ്റ് കുറച്ചായിട്ടേക്കണേ. അയ്യോ, അങ്ങനെ പറഞ്ഞ ഇപ്പൊ പറ്റത്തില്ല. 2500 വെച്ച് 2500 5000 രൂപ പെട്ടെന്ന് ഗോപേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഇട്. അല്ല വേണ്ട, എന്റെ അക്കൗണ്ടിലേക്ക് ഇട്. 5000 രൂപ ഇട്ടില്ലെങ്കിൽ അമ്മച്ചിയെ മക്കളെ നോറ്റിക്കും. ചേട്ടാ ചേച്ചി 5000 രൂപ അല്ലേ? 5000 രൂപ. ഇപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയി. മോളോടെ അവിടെ ഇരിപ്പുണ്ട്. 5000 രൂപ. അയ്യോ, മുന്നേ വെച്ച വെള്ളമേ. ആരാന്ന ചോന്നലത്തല്ലേ? ആരാന്നാ പറഞ്ഞ തല 5000 രൂപയ്ക്ക് 5000 രൂപ അയച്ചു കൊടുക്ക്. 5000 രൂപ നിങ്ങൾക്ക് അയക്കണോ? ആർക്കല്ലേ വായിക്കേ? എനിക്ക് ഇഷ്ടമുള്ള തയ്യേ കടിക്കൂ. അയച്ചിട്ടുണ്ട്. വന്നോ? വന്നു 5000. ഇറങ്ങട്ടെ മച്ചി. അയ്യോ മച്ചി ഇറങ്ങി പോടി അവിടുന്ന്. നാണയില്ലല്ലേ ഡൈ അടിച്ചിങ്ങനെ നടക്കാൻ. ഒരു പെങ്കോന്തനും വീട്ടിൽ കയറി താമസിപ്പിക്കണ്ടേ? എന്റെ പൊന്നമ്മൊന്ന് ഒച്ച എടുക്കാതെ. സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ചമ്മിപ്പോയി. എന്നാലേ ചമ്മാൻ പോന്ന ഞാനല്ല, അവളാ ഇപ്പൊ ചമ്മാൻ പോന്നെ. ഇത് അവരുടെ അല്ലേ? ഇത് അവരുടെയാ. അവളെ വൈകിട്ട് ചെന്നിട്ട് അരങ്ങേറ്റത്തിനെ എല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ട് ചെലങ്ക കെട്ടാൻ നോക്കുമല്ലോ. അപ്പൊ ചെലങ്ക കാണത്തില്ല. അപ്പൊ ചമ്മുന്ന ആരാ? അവള്. പിന്നെ അവിടെ ബാത്റൂമിലോട്ടൊക്കെ ഉള്ള വെള്ളം ഓഫ് ചെയ്ത് വെച്ചത് ഞാൻ തന്നെ. അങ്ങനെ എന്റെ കുടുംബത്തിൽ വന്നിട്ടേ ആരും അങ്ങനെ വലിയ ഷോ ഒന്നും കാണിക്കണ്ട.